നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 നമ്മൾ ഓരോരുത്തരുടെയും വിരലടയാളവും മുഖവും കണ്ണും മൂക്കും എല്ലാം വ്യത്യസ്ത ആകൃതിയിലാണ്. ഒരേ അച്ചിൽ വാർക്കുന്നതെല്ലാം അത് മുട്ടുസൂചിയായാലും ചെരുപ്പായാലും പാവയായാലും ഒരേപോലെയുള്ളവയായിരിക്കും. എന്നാൽ ഈശ്വര സൃഷ്ടിയിൽ രണ്ട് പുൽക്കൊടികളോ പൂവിതളുകളോ പോലും ഒരുപോലെയില്ല. അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ടതില്ല. ഓരോരുത്തരുടെയും ഉള്ളിൽ സവിശേഷമായ ചില കഴിവുകൾ ഒളിച്ചുവെച്ചാണ് ഈശ്വരൻ നമ്മെ സൃഷ്ടിക്കുന്നത്. അവനവന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ജന്മനിയോഗം നാം ഓരോരുത്തർക്കുമുണ്ട്. തൻ്റെ ഉള്ളിലെ ആ സവിശേഷ ശക്തി കണ്ടെത്തുകയാണ് എല്ലാ മനുഷ്യരുടെയും ജീവിത ലക്ഷ്യം. അതിൻ്റെ സാക്ഷാത്കാരമാണ് അഥവാ ആവിഷ്കാരമാണ് അവൻ്റെ പിറവിക്ക് അർത്ഥം നൽകുന്നത്. അപ്പോഴാണ് ജീവിതം ആനന്ദപൂർണമായ ഒരു പങ്കിടലാകുന്നത്. അതിന് അവനെ സഹായിക്കുന്നതായിരിക്കണം നമ്മൾ നേടുന്ന എല്ലാ അറിവുകളും. എല്ലാവരും എല്ലാ തരത്തിലും തുല്യരാകുന്ന സമൂഹം യാന്ത്രികമായിരിക്കും, മൃതമായിരിക്കും. വൈവിധ്യതയുടെ പങ്കുവയ്ക്കലിലാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. തുടർന്ന് നമുക്ക് പ്രചോദനമേകുന്ന ഗുരുവചനം കേൾക്കാം. എപ്പോഴും ഞാൻ ശക്തനാണെന്ന് സ്വയം ചിന്തിക്കൂ, പിന്നെ സംഭവിക്കുന്നത് കാണാം. സ്വാമി വിവേകാനന്ദൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ഭക്തോ ഭക്തി ഗുണാവൃതി മുദമൃതാ പൂർണേ പ്രസന്നേ മനഃ കുംഭേ സാമ്പതവാംഘ്രി പല്ലവയുഗം സംസ്ഥാപ്യ സംവിദ്ഫലം സത്വം മന്ത്രമുദീരയൻ നിജശരീരാകാരശുദ്ധിം വഹൻ പുണ്യാഹം പ്രകടീകരോമി രുചിരം കല്യാണമാപാദയൻ. ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്നു ശങ്കര സ്തോത്രാമൃതത്തിൽ. സത്ക്രിയകൾക്കെല്ലാം പുണ്യാഹം നിറച്ച പൂർണ്ണകുംഭം പ്രധാനമാണ്. അത്തരമൊരു പ്രാർത്ഥനയാണ് ശിവാനന്ദലഹരിയിൽ ഇന്ന് വിവരിക്കുന്നത്. മനസ്സാകുന്ന കുംഭത്തിൽ ഭക്തിയാകുന്ന നൂലുകെട്ടി സന്തോഷമാകുന്ന അമൃതജലം നിറച്ച് തളിരിലകൾക്ക് പകരമായി ഭഗവാന്റെ കാലിണകൾ വെച്ച് ശ്രീ പരമേശ്വരന് സമർപ്പിക്കുന്ന ശ്ലോകം ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് കേൾക്കാം. ശ്രീ ശാങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 35 ശ്ലോകങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. തൻ്റെ
ഭക്തി കൊണ്ട് തന്നെ പരമമായി ശുദ്ധി നേടുന്നതിനെക്കുറിച്ച് പറയുകയാണ്. വളരെ കാൽപ്പനികമായൊരു ഭാഷയിലാണ് അടുത്ത ശ്ലോകം വരുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ. ഭക്തോ ഭക്തി ഗുണാവൃതേ മുദമൃതാ പൂർണേ പ്രസന്നേ മനഃ കുംഭേ സാംബ തവാഘ്രി പല്ലവയുഗം സംസ്ഥാപ്യ സംവിദ്ഫലം. സത്വം മന്ത്രമുരീരയൻ നിജശരീരാകാരശുദ്ധിം വഹൻ പുണ്യാഹം പ്രകടീകരോമി രുചിരം കല്യാണമാപാദയൻ. ഇവിടെ സാമാന്യമായി കർമ്മകാണ്ഡപരങ്ങളായ ക്രിയകളെ ചെയ്യുമ്പോഴൊക്കെ എവിടെയാണോ അത്തരം ക്രിയകൾ ചെയ്യുന്നത് അവിടം പരിശുദ്ധമാക്കാൻ വേണ്ടി പുണ്യാഹത്തെ ചെയ്യാറുണ്ട്, അഥവാ ശുദ്ധി കർമ്മങ്ങളെന്ന് പറയാം. അത്തരം ശുദ്ധി കർമ്മങ്ങളിൽ എപ്പോഴും ഒരു കലശ സ്ഥാപനം പതിവുണ്ട്. ആ കലശം ജലപൂർണമായിരിക്കും. കലശത്തിന് മുകളിൽ ശ്രീഫലം വെച്ചിരിക്കും. കലശത്തിന് ചുറ്റുമാകട്ടെ നൂലുകൊണ്ട് ബന്ധിച്ചിരിക്കും. ആ ശ്രീഫലത്തിന് ചുറ്റുമായി എപ്പോഴും ആല്, മാവ് എന്നിവയുടെ ഇലകൾ വയ്ക്കാറുണ്ട്. അതിനൊക്കെ കണക്കുണ്ട്. അത്തരം വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഈയൊരു ശുദ്ധിതമായിരിക്കുന്ന പുണ്യാഹത്തെ മനസ്സിൽ കാണുക. അതുപോലെ തന്നെ ഏറ്റവും വിശിഷ്ടനായ ആരെയെങ്കിലും നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണ കുംഭത്തോടു കൂടി സ്വീകരിക്കാറുണ്ട്. അവിടെയും ഇത് തന്നെയാണ്. ഈ പറഞ്ഞതെല്ലാം അവിടെയുണ്ട്. കലശമുണ്ട്, കലശത്തിൽ വെള്ളം നിറച്ചിരിക്കും, അതിന് പുറത്ത് ശ്രീഫലം വെച്ചിരിക്കും, അതിൽ ആല്, മാവ് ഇലകളാൽ അലങ്കരിച്ചിരിക്കും, ആ കലശത്തിന് ചുറ്റും നൂലുകൊണ്ട് ചുറ്റിയിരിക്കും. അപ്പോൾ അതെല്ലാം സമാനമാണ്. അപ്പം ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു ശ്ലോകം നമ്മൾ പഠിക്കാൻ. ഭക്തഃ, ഭക്തൻ. ആരാ ഭക്തൻ? ഞാൻ. അപ്പോൾ ഭക്തനായ ഞാൻ പുണ്യാഹം പ്രകടീകരോമി, പുണ്യാഹത്തെ പ്രകടമാക്കുകയാണ്. ശുദ്ധിക്രിയയുടെ ഭാഗമായിട്ട് പുണ്യാഹത്തെ പ്രകടമാക്കുകയാണ്. എങ്ങനെയൊക്കെയാണത്? ഭക്തി ഗുണാവൃതേ, ഭക്തിയാകുന്ന ഗുണത്താൽ ആവൃതമായ. ഗുണശബ്ദത്തിന് അനേകാർത്ഥങ്ങളുണ്ട്. സാമാന്യമായി നമ്മൾ സത്വരജ സ്തമോ ഗുണങ്ങളെന്ന് പറയുന്നത് പ്രസിദ്ധമാണല്ലോ. അതുപോലെ തന്നെ ഗുണശബ്ദത്തിന് ഇന്ദ്രിയങ്ങളെന്നർത്ഥമുണ്ട്, ഗുണശബ്ദത്തിന് ശരീരം എന്നർത്ഥമുണ്ട്, ഗുണശബ്ദത്തിന് നൂല് എന്നർത്ഥമുണ്ട്. നൂല്, കയറ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നൂലെന്നർത്ഥമെടുക്കാം. ഭക്തിയാകുന്ന നൂലുകൊണ്ട് ആവൃതമായ മനഃകുംഭേ, മനസ്സാകുന്ന കുംഭത്തിൽ, എൻ്റെ മനസ്സാകുന്ന കുംഭത്തിൽ, അവിടെ കുംഭമായിട്ട് മനസ്സിനെ കൽപ്പിച്ചു. ആ മനസ്സാകുന്ന കുംഭത്തിന് ചുറ്റും ഭക്തിയാകുന്ന നൂല് ചുറ്റിയിട്ടുണ്ട്. പിന്നെയോ മുദമൃതാമൃത് പൂർണേ പ്രസന്നേ, അങ്ങേയറ്റം മുദം കൊണ്ട്, സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ സന്തോഷമാകുന്ന അമൃതജലത്താൽ നിറയ്ക്കപ്പെട്ട കുംഭമാണ്. അപ്പോൾ ഇവിടെ എന്താണ് അമൃതം? മുദമാകുന്ന, മോദമാകുന്ന, സന്തോഷമാകുന്ന അമൃതമാണ്. മനഃസന്തോഷമാകുന്ന അമൃതജലം നിറച്ച കുംഭമാണ്. ആ കുംഭത്തിൽ ഹേ സാംബ, സംബോധനയാണ്. സാമ്പൻ, അമ്പയോടൊത്തവൻ. അമ്പ പാർവതി. ഹേ സാംബ, പാർവതീദേവിയോട് കൂടിയവനെ, ഹേ പരമശിവ എന്നർത്ഥം. തവാഘ്രി പല്ലവയുഗം സംസ്ഥാപ്യോ,
നിൻ്റെ കാലിണകളാകുന്ന 2 പല്ലവങ്ങളെ വെച്ചിട്ട്, പല്ലവങ്ങൾ തളിരിലകൾ, ഭക്തൻ്റെ മനസ്സാകുന്ന കുംഭമാണ് പറയപ്പെട്ടത്. അപ്പോഴെങ്ങനെയാണ് ഭഗവാന്റെ പാദയുഗളം അവിടെ പറയുക? അത് ശരിയായ കൽപ്പനയാണോ? മറുപടി തീർച്ചയായിട്ടും. ഭഗവാന്റെ പാദകമലങ്ങൾ നിരന്തര ഭാവന കൊണ്ട് ഭക്തൻ്റെ മനസ്സിലാണ്. അതുകൊണ്ട് നിരന്തര ഭാവന കൊണ്ട് തൻ്റെ മനസ്സിൽ ഭഗവാന്റെ പാദകമലങ്ങൾ പതിഞ്ഞിരിക്കുകയാണ്. അതിനെയാണ് ഇവിടെ കലശകുംഭത്തിൽ പല്ലവങ്ങളായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അതാണ് പറയുന്നത്, ഹേ സാംബ തവ അംഘ്രി പല്ലവയുഗം സംസ്ഥാപ്യ. പിന്നെയോ സംവിത് ഫലം സംസ്ഥാപ്യ. സംവിത്, സമ്യക് വേത്തീതി സംവിത്, നല്ലപോലെ അറിയുന്നു എന്നുള്ളതാണ്. അറിവ്, തിരിച്ചറിവ്, വിവേകം. വിവേകശക്തിയാകുന്ന, തിരിച്ചറിവാകുന്ന ശ്രീഫലത്തെ, ശ്രീഫലം നാളികേരം, ശ്രീഫലം നാളികേരമാണ്, തേങ്ങ. ശ്രീഫലത്തെ സ്ഥാപിച്ചിട്ട് സത്വം മന്ത്രമുദീരയൻ, സത്വപ്രധാനമായ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് നിജ ശരീരാകാരശുദ്ധി, സ്വന്തം ശരീരമാകുന്ന ആകാരത്തെ ശുദ്ധമാക്കിയിട്ട് ഞാനിതാ പുണ്യാഹത്തെ പ്രകടമാക്കുന്നു എന്നാണ് പറയണത്. ഇതിൻ്റെ 2ാം ഭാഗം നമുക്ക് കൂടുതൽ വിചാരം ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത പ്രാവശ്യം ആവട്ടെ. തുടർന്ന് വൈദിക ക്രിയകളെയും ക്ഷേത്രങ്ങളിലെ ആരാധനാക്രമങ്ങളെയും കുറിച്ചുള്ള ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഉത്സവത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചില ചടങ്ങുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പള്ളിവേട്ടയും പള്ളിയുറക്കവും ഒക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു. പള്ളി ഉണർത്തൽ എന്ന ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസത്തെ ചടങ്ങുകൾ ആരംഭിക്കുക. ഭഗവാനെ പള്ളിയുറക്കിയ തലേ ദിവസം രാത്രി പള്ളിയുറക്കിയ ഭഗവാനെ വളരെ വൈശേഷികമായ ചടങ്ങുകളോടുകൂടി ഭഗവാനെ പള്ളി ഉണർത്തുന്നു. അല്ലെങ്കിൽ യോഗനിദ്രയിൽ നിന്ന്, സമാധി അവസ്ഥയിൽ നിന്ന് ഭഗവാനെ സാധാരണ ഒരു അവസ്ഥയിലേക്ക് പള്ളി ഉണർത്തുക എന്ന് പറയുന്നൊരു ചടങ്ങാണ് അവിടെ നടത്തുന്നത്. പള്ളി ഉണർത്തുന്നതിന് കണിക്കോപ്പുകൾ മുതലായ കാര്യങ്ങൾ, പശുക്കുട്ടി മുതലായവയൊക്കെ കണി കൊണ്ടുകൊണ്ടാണ് ഭഗവാന്റെ പള്ളി ഉണരൽ നടക്കുന്നത്. പള്ളി ഉണർന്നു കഴിഞ്ഞാൽ ഭഗവാന് വളരെ വൈശേഷികമായ അഭിഷേകങ്ങൾ, വളരെ വൈശേഷികമായ ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഉറക്കം കഴിഞ്ഞ് ഭഗവാൻ ഉണർന്ന് ആ രാവിലത്തെ ചില വളരെ പ്രഭാത സ്നാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാനെ തിരിച്ച് മൂലവിഗ്രഹത്തിലേക്ക്, ഈ തടമ്പിൽ നിന്ന്, വിഗ്രഹത്തിൽ നിന്ന്, ബലിബിംബത്തിൽ നിന്ന് തിരികെ മൂലവിഗ്രഹത്തിലേക്ക് സമ്മേളിപ്പിച്ച ശേഷം അതിനുശേഷം നടക്കുന്ന വൈശേഷികമായ പൂജയുടെ ഘട്ടത്തിലാണ് ആറാട്ട് എന്ന് പറയുന്നൊരു ചടങ്ങ് കൂടി അവിടെ സംയോജിപ്പിച്ചിട്ടുള്ളത്. ആറാട്ട് എന്ന് പറയുന്നത് ഒരു അമൃതപ്ലാവനം എന്ന് പറയുന്നൊരു സങ്കല്പമാണ് അവിടെ സമ്മേളിപ്പിച്ചിട്ടുള്ളത്. ഒരു ക്ഷേത്രത്തിൽ ആറാട്ട് കുളത്തിൽ പ്രത്യേകം തയ്യാറാക്കി അതിനൊരു തീർത്ഥജലമാക്കി മാറ്റി. സാധാരണ തന്നെ ഒരു തീർത്ഥജലമായിട്ടുള്ളൊരു സമ്മേളനം അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിലാണ് ആറാട്ടെങ്കിൽ കൂടിയും വൈശേഷികമായിട്ട് ഗംഗയെയും ഒക്കെ ആവാഹിച്ച് വളരെ സങ്കീർണമായിട്ടുള്ള പദ്ധതികളിലൂടെ ഈ ആറാട്ട് ജലത്തെ അല്ലെങ്കിൽ ഈ കുളത്തിനെ അല്ലെങ്കിൽ ആ കടലിലോ കുളത്തിലോ നദിയിലോ എവിടെയാണെങ്കിൽ ആ ജലാശയത്തെ കൂടുതൽ വൈശേഷികമായ ഒരു തീർത്ഥമാക്കി മാറ്റിയ ശേഷമാണ് അവിടെ വെച്ച് ഭഗവാന്റെ ആറാട്ട്, പള്ളി നീരാട്ട് എന്നൊക്കെ പറയുന്ന വിധത്തിൽ ആറാട്ട് നടക്കുന്നത്. ആറാട്ട് ശരിക്കും ഒരു അമൃതപ്ലാവനം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. യോഗാവസ്ഥയിൽ നിന്ന് ഉണരുന്ന ആ യോഗാവസ്ഥയുടെ ഏറ്റവും പരിപൂർണതയാണ് ഈ അമൃതപ്ലാവനം എന്ന് പറയുന്നത്. ഈ അമൃതപ്ലാവനത്തോടു കൂടിയാണ് ഭഗവാന്റെ ആറാട്ട്. ഈ ആറാട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയും ആ വരുന്ന സമയത്ത് കൊടിമരത്തിൽ നമ്മൾ ഉത്സവം തുടങ്ങുന്ന ഘട്ടത്തിൽ കൊടിയേറ്റിയ ഭഗവാന്റെ വാഹനത്തെ
തിരികെ ഇറക്കി ആ കൊടിമരത്തിൽ നിന്ന് ആ വാഹനത്തെ ആവാഹിച്ച് വിഗ്രഹത്തിലേക്ക് സമ്മേളിപ്പിക്കുകയും അത് ആ വിഗ്രഹം തിരികെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടുകൂടി ഉത്സവം ചെയ്യുകയാണ് സാമാന്യമായിട്ട് ചെയ്യുന്ന ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിതവാമഭാഗം നാരായണ പ്രിയമനംഗമദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. വാചാമഗോചരമനേകഗുണസ്വരൂപം വാഗീശ വിഷ്ണുസുരസേവിതപാദപീഠം വാമേന വിഗ്രഹവരേണ കളത്രവന്ദം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. പ്രപഞ്ചത്തിലെ തന്നെ അതിശ്രേഷ്ഠമായ അതിരുദ്രഹോമങ്ങളുടെയും മഹാരുദ്രഹോമങ്ങളുടെയും മഹാചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തിലെ തന്നെ ചരിത്രപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പാറശാല മഹാദേവർ ക്ഷേത്രം. കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷത അതിരുകളില്ലാത്ത മനോഹാരിതയാണ്. ഇവിടെ ഭഗവത് സന്നിധിയിൽ 2 സംസ്കാരങ്ങൾ ഒന്നുചേരുന്നു. കേരളത്തിൻ്റെ മനോഹാരിതയും തമിഴ്നാടിൻ്റെ കാവ്യഭംഗിയും ഒത്തുചേരുന്ന പാറശാല മഹാദേവർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഗ്രഹാരങ്ങളിലെ ഭക്തജനങ്ങൾ പ്രഭാതങ്ങളിൽ ശിവനാദം കേട്ട് കോലം വരയ്ക്കുമ്പോൾ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹ സ്പർശത്തോടെ ഓരോ ദിനങ്ങളും ഈ ദേശത്ത് വിടരുകയായി. പടിഞ്ഞാറോട്ട് ദർശനമേകിയിരിക്കുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാറശാല മഹാദേവർ ക്ഷേത്രം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും നിരവധി ഭക്തജനങ്ങളുടെ തീർത്ഥാടന സങ്കേതം കൂടിയായ ഈ ക്ഷേത്രം ഈ ജന്മത്തിനും വരും ജന്മങ്ങൾക്കും പോയ ജന്മങ്ങൾക്കുമുള്ള പാപപരിഹാര തീർത്ഥാടന കേന്ദ്രം കൂടിയാകുന്നു. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ധർമ്മരാജാവിൻ്റെ കാലത്ത് പാറശാല സ്വദേശിയായ മല്ലൻ ചെമ്പകരാമൻ പിള്ളയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദളവ. ചെമ്പകരാമൻ പിള്ളയുടെ കാലത്താണ് പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ പുതുക്കി പണിഞ്ഞത് എന്ന് പറയപ്പെടുന്നു. ശാന്തിക്കാർക്ക് താമസിക്കാനായി ഗ്രാമവും രാജാവിന് തങ്ങാനായി കൊട്ടാരവും തന്ത്രിമാർക്കായി തന്ത്രിമഠവും പണി കഴിപ്പിക്കപ്പെട്ടു. ക്ഷേത്രത്തിനാവശ്യമായ എണ്ണ, പാൽ, നെല്ല് എന്നിവയുടെ വിതരണത്തിന് ഇതര സമുദായക്കാരെയും അമ്പലത്തിന് ചുറ്റും പാർപ്പിക്കപ്പെട്ടു. ഇവരുടെ പിന്മുറക്കാരുടെ സാന്നിധ്യം ഇപ്പോഴും അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിലനിന്നു പോരുന്നു. പ്രപഞ്ചത്തിലെ അതിശ്രേഷ്ഠമായ അതിരുദ്രവും 11 മഹാരുദ്രയജ്ഞങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച ഈ മഹാക്ഷേത്രത്തിൽ പൂർണ്ണ ചൈതന്യത്തോടും തേജസ്സോടും കൂടി ഭഗവാൻ വാണരുളുന്നു. സമസ്ത ജനതയ്ക്കും ഐശ്വര്യം ചൊരിഞ്ഞ് ശ്രീ കൈലാസനാഥൻ പാർവതി സമേതനായി പാറശാലയിൽ വാണരുളുന്നു.
ഐതിഹ്യം പഴമക്കാർ പറയുന്നത് ഒരു കാലത്ത് വൻ പാറക്കെട്ടുകളും പുല്ലുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു പാറശാല. പുല്ലരിയുവാൻ വന്ന പറയർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അരിവാൾ പുല്ലരിയുന്നതിനിടയിൽ ഒരു കല്ലിൽ കൊള്ളുകയും ആ കല്ലിൽ നിന്ന് ചോര പൊടിയുന്നതും കാണുവാനിടയായി. പരിഭ്രാന്തയായ ആ സ്ത്രീക്ക് ശ്രീ പരമേശ്വരൻ ദർശനം നൽകിയെന്നും ഈ വിവരമറിഞ്ഞ അന്നത്തെ നാട്ടുപ്രമാണി ഇവിടെ ഒരമ്പലം പണികഴിപ്പിച്ചു എന്നുമാണ് വിശ്വാസം. അങ്ങനെ പറയർ കണ്ട ശാല പാറശാലയായെന്നും പറയപ്പെടുന്നു. ഇന്നും ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറ്റുവാൻ വേണ്ട കൊടിയും കൊടിക്കയറും ആചാരപ്രകാരം പറയർ സമുദായക്കാർ കൊണ്ടുവരുന്നതാണ് ഉപയോഗിക്കുന്നത്. ജാതിചിന്തയും അയിത്തവും കൊടികുത്തി വാണിരുന്ന കാലത്തുപോലും, അഥവാ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും അവർണ സവർണ വ്യത്യാസമില്ലാതെ ക്ഷേത്രപ്രവേശനവും ആരാധനാ സ്വാതന്ത്ര്യവും പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നിരനിരയായി നിൽക്കുന്ന കൽത്തൂണുകൾ കാണാം. ഓരോ തൂണുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളിൽ കാഴ്ചകൾ അലിഞ്ഞു ചേരുമ്പോൾ മരങ്ങളിലുരുമി അതുവഴി കടന്നുപോയ കാറ്റിനു പോലും ഓങ്കാരധ്വനി. അതിൻ്റെ ആത്മീയ വലയത്തിലകപ്പെട്ട് ശില്പചാതുര്യങ്ങൾക്കിടയിലെ ധ്യാനമണ്ഡപത്തിലിരിക്കുമ്പോൾ ഉള്ളിലും ആനന്ദത്തിൻ്റെ ഒരു കുളിർക്കാറ്റ് വീശുകയായി. ബലിക്കൽപുര കഴിഞ്ഞ് നാലമ്പലത്തിൻ്റെ പ്രധാന വാതിലിലെത്തുമ്പോൾ നമസ്കാര മണ്ഡപത്തിന് മുന്നിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന നടവഴി കാണാം. ദർശനപുണ്യം നേടി മടങ്ങി വരുന്ന ഭക്തരും ദർശന സൗഭാഗ്യത്തിനായി ഭഗവാന് മുന്നിലേക്ക് പോകുന്ന ഭക്തരും ഇവിടെ സംഗമിക്കുമ്പോൾ ഓരോ മുഖങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മൗനം പരസ്പരം സംസാരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തെ ആത്മാനന്ദത്തെക്കുറിച്ച് തന്നെയാണ്. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നന്ദികേശൻ ഇരിപ്പുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വളരെ വലിയൊരു നന്ദികേശ രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശ്രീകോവിലിനോട് ചേർന്ന് ഒരൊറ്റക്കൽ മണ്ഡപം നിൽക്കുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ഈ നിർമ്മാണ വൈഭവം ആധുനികമായ എല്ലാ നിർമ്മാണ രീതികൾക്കും ഒരത്ഭുതമായി മാറുമ്പോൾ അന്നത്തെ ദേവസ്പർശമുള്ള ശില്പികളെ നാം അറിയാതെ നമിച്ചു പോകുന്നു. ക്ഷേത്രത്തിനുള്ളിലെ സ്വയംഭൂവായ ശിവലിംഗ ദർശനം ആത്മസായുജ്യമേകുമ്പോൾ ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള മോക്ഷമാർഗം മുന്നിൽ തെളിയുകയായി. മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും അതീതമായ ആത്മാനന്ദത്തിൻ്റെ നിർവൃതിയിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകോവിലിന് ചുറ്റും ഒരു കുളിർക്കാറ്റ് വീശുകയായി. ഭഗവാന്റെ കൈകളിലും കാലുകളിലും സ്പർശിച്ച് തളകളുടെയും വളകളുടെയും നാദമറിഞ്ഞ് തൊഴുത് വലം വച്ച് ശ്രീകോവിലിനുള്ളിലെ പരബ്രഹ്മ സന്നിധിയിലെത്തി സ്വന്തം ആത്മാവിനെ സമർപ്പിക്കുക എന്നത് തന്നെയാണ് ഓരോ ഭക്തനും പിന്തുടരുന്നത്. ക്ഷേത്രമുറ്റത്ത് നെല്ലിമരച്ചുവട്ടിൽ വിഷ്ണു സങ്കല്പത്തെ വച്ച് ആരാധിച്ച് നിത്യപൂജകൾ നടത്തുന്നു. ഭഗവാനോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ ഗണപതി ഭഗവാനും നാഗരാജാവും നാഗകന്യകയുമുണ്ട്. ഉഗ്രമൂർത്തിയായ കളപ്പുരയക്ഷി മറ്റൊരു ഉപദൈവമായി വാണരുളുന്നു. പാറശാല മഹാദേവന് മുന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ക്ഷേത്രവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. പാറശാല മഹാദേവ ക്ഷേത്ര സന്നിധിയിലെ ഏറ്റവും സവിശേഷമായ പൂജകളിലൊന്നാണ് പ്രദോഷ പൂജ. ആദി കൈലാസത്തിൽ ഭഗവാൻ പ്രദോഷ നൃത്തത്തിനൊരുങ്ങുമ്പോൾ വിളക്കുകൾ തെളിയുന്നതുപോലെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവിളക്കുകളുടെ ദീപപ്രകാശത്തിൽ ആത്മാവിൽ ആദി കൈലാസം തെളിഞ്ഞു വരുന്നു. नित्याय शुद्धाय दिगंबराय नित्याय शुद्धाय दिगंबराय